യെസ്. ശ്രീജിത്ത് പണിക്കർ, ഇപ്പം നോക്കൂ, അസ്കർ പറഞ്ഞത് കേട്ടാൽ വാസുവും അതുപോലെ നമ്മുടെ പത്മകുമാറും എല്ലാം ഇത്രയും സത്യസന്ധരായിട്ടുള്ള വ്യക്തികളെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എല്ലാം നെഗ്ലിജൻസ്, കയ്യബദ്ധം, പാവം, ആർക്കും സംഭവിക്കാവുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ SIT ഇനി എന്ത് കുറ്റപത്രം കൊടുക്കുക? ശ്രീയാനിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ശ്രീ വാസുവിനെ കുറിച്ചാണെങ്കിലും ശ്രീ പത്മകുമാറിനെ കുറിച്ചാണെങ്കിലും അത്യാദരവോടുകൂടി സാർ എന്ന് ചേർത്തുകൊണ്ട് സംബോധന ചെയ്യുന്ന രണ്ടുപേരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലൊന്ന് ശ്രീ രാഹുൽ ഈശ്വറാണ്, മറ്റൊന്ന് ശ്രീ ഹസ്കറാണ്. ഇവർ തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ശ്രീ രാഹുൽ ഈശ്വറിന് കൂടുതൽ മമത ശ്രീ പത്മകുമാറിനോടാണെങ്കിൽ ശ്രീ വാസുവിനോട് അത്രയും ഇല്ല. ശ്രീ ഹസ്കർ നേരെ തിരിച്ചാണ്, കൂടുതൽ മമത ശ്രീ വാസുവിനോടും അത്രത്തോളം മമത ശ്രീ പത്മകുമാറിനോട് ഇല്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ രണ്ടുപേരും സാറെന്ന് വിളിച്ചിട്ടാണ് സംബോധന ചെയ്യുന്നത്. ഇവർ ട്രോളുകയാണോ എന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ ശ്രീ ഹസ്കർ ആത്മാർത്ഥമായിട്ടാണ് വിളിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പച്ചവെള്ളം ചവച്ചു മാത്രം കുടിക്കുന്ന, സ്വർണം കണ്ടാൽ തൊടാത്ത വ്യക്തിയാണ് ശ്രീ വാസു. അങ്ങനെയാണ് അദ്ദേഹം എന്ന് നമുക്ക് തോന്നിപ്പോകും ഇത് കേട്ട് കഴിഞ്ഞാൽ. പക്ഷേ വാസു ചെയ്തതായിട്ട് SITക്ക് ബോധ്യമുള്ള, കോടതിക്ക് ബോധ്യമുള്ള 2-3 കാര്യങ്ങളുണ്ട് ശ്രീ ഹസ്കർ. അതിലൊന്ന്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് ഈ സ്വർണം എന്ന പരാമർശം ആദ്യമായി നീക്കം ചെയ്യപ്പെടുന്നത് എന്ന് കോടതി പറയുന്നുണ്ട്. ശുപാർശയായിട്ട് പോകുന്ന സമയത്ത്, ആദ്യം മുരാരി ബാബുവിൻ്റെതുണ്ട്, പക്ഷെ പിന്നീട് ശുപാർശയായിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് ഈ സ്വർണം എന്നത് മാറി അത് ചെമ്പായി മാറുന്നത് എന്ന് പറയുന്നുണ്ട്. അതൊന്ന്. 2, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുള്ള സ്വർണം അങ്ങനെ കൈവശമുണ്ട്, അത് അനധികൃതമാണ് എന്നറിയാമായിട്ടും അതിനെ തിരിച്ചെടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമവുമില്ല. അത് രണ്ടാമത്തെ ഒരു പ്രശ്നമാണ്. മൂന്നാമത്തേത്, ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണെന്ന്. അതായത് അത് തിരിച്ചെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ സത്യസന്ധത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ നിഷ്കളങ്കത കൊണ്ട് ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണെന്നാണ് അദ്ദേഹം കരുതുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, നമ്മളിപ്പോൾ എന്ത് മനസ്സിലാക്കണമെന്നറിയോ, ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വർണം അതുകൊണ്ട് മറ്റൊരു കല്യാണം നടത്തിക്കോട്ടെ എന്ന് ശ്രീ വാസുവിനോട് അദ്ദേഹം ഉപദേശം ചോദിക്കുകയാണ്. ചിലപ്പോൾ അദ്ദേഹവും വാസു സാറെന്നായിരിക്കും വിളിക്കുന്നത്. അത്രത്തോളം ആദരവോടുകൂടി സ്വന്തം ഉരുപ്പടിയാണെങ്കിലും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വാസുവിൻ്റെ ഉപദേശം സ്വീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉപദേശം സ്വീകരിക്കുന്ന സമയത്ത് പോലും അതിൽ എന്താണ് ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ വാസു മറ്റുള്ള ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുന്നത്. അതല്ലാതെ ഈ സ്വർണം എത്രയാണെന്ന് ചോദിക്കുന്നതിനോ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരിക്കേണ്ടതല്ല, അത് തിരിച്ചു പിടിക്കൂ എന്നൊന്നും അല്ല പറയുന്നത്. ഈ കാലത്തും, അതായത് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും അദ്ദേഹം TV ചാനലുകളിൽ വന്ന് പറഞ്ഞത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണമാണ് എന്നാണ്, ദേവസ്വത്തിൻ്റെ സ്വർണ്ണമാണ് എന്നല്ല അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്രത്തോളം സത്യസന്ധതയാണ് ശ്രീ വാസുവിൻ്റെ ഭാഗത്തുള്ളത് എങ്കിൽ അതിനെ സത്യസന്ധത എന്നാണോ അതോ കള്ളം എന്നാണോ പറയേണ്ടത് എന്നുള്ളതിനെ പറ്റി ശ്രീ ഹസ്കർ ഒന്നുകൂടി ചിന്തിച്ച് നോക്കുക. ഒന്ന്. പിന്നെ കള്ളനെ കള്ളനെന്നല്ലാതെ മിഖായൽ ഗോർബച്ചേവ് എന്ന് വിളിക്കാൻ കഴിയില്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സത്യസന്ധമായിട്ട് പറയുന്നത്. കാരണം ഇത് നമ്മുടെ മാത്രം ബോധ്യത്തിലുള്ള കാര്യമല്ല, SIT മാത്രം പറയുന്ന കാര്യമല്ല, കോടതിക്ക് കൂടി ബോധ്യമായിട്ടുള്ള കാര്യമാണ്. പത്മകുമാറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം പത്മകുമാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഉൾപ്പെടുന്ന ഭരണസമിതി ഇതിലെ 8ാമത്തെ പ്രതിയായതാണ്. അപ്പോൾ അങ്ങനെ പ്രതി സ്ഥാനത്ത് അവർ ഒരു കേസിൽ ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ ആ സമയത്ത് അവരെ ചോദ്യം ചെയ്യുക, ഇനി വേണമെങ്കിൽ അതിനെ മൊഴിയെടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് അനിവാര്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. വാസു ഇരുന്നപ്പോഴാണെങ്കിലും പത്മകുമാർ ഇരുന്നപ്പോഴാണെങ്കിലും ശബരിമലയിലെ സ്വർണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ശ്രീ ഹസ്കർ വീഴ്ച എന്ന് പറയുന്നു, നമ്മൾ ആസൂത്രിതമായിട്ടുള്ള തട്ടിപ്പ് എന്ന് പറയുന്ന കാര്യത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ശ്രീ വാസുവിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, ശ്രീ പത്മകുമാറിന് കഴിയില്ല. അതിലൊന്ന്, ഈ സ്വർണ്ണപ്പാളിയെ ചെമ്പാക്കി എന്നുള്ളതാണ്. 2 പേരും അത് ചെയ്തിട്ടുണ്ട്. 2, തട്ടിപ്പുകാരനായിട്ടുള്ള ഒരു സ്പോൺസറെ കൊണ്ടുവരുന്നു, അയാളെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. 2 പേർക്കും അയാളുമായിട്ട് ഇടപാടുണ്ടായിരുന്നു. 3, ഈ സ്വർണത്തിനെ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ്. അത് പത്മകുമാറിൻ്റെ കാലത്തുണ്ട്. പുറത്തുപോയ സ്വർണത്തിനെ തിരിച്ചു പിടിക്കാതിരിക്കുന്നത് വഴി വാസു ചെയ്തത് അതാണ്. പ്രശാന്തിൻ്റെ കാലത്തും അത് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ അവിടെ നടന്നതുകൊണ്ടാണ് ശബരിമലയിൽ ഈ തട്ടിപ്പ് മുഴുവൻ നടന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ ചെറിയ കാര്യമല്ല. നമ്മളിപ്പോൾ 3 സ്റ്റെപ്പാണ് നടന്നത് എന്ന് പറയുമ്പോൾ പോലും അത് പുൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയുണ്ട്? കോടതി തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട് അതിൻ്റെ പിന്നിൽ?
ഗൂഢാലോചനയുണ്ട്. ഇത് സ്വർണമാണെന്ന് അറിഞ്ഞിട്ടും സ്വർണമല്ല എന്ന നുണ പറഞ്ഞു എന്നുള്ള ഒരു കാര്യമുണ്ട്. ഈ തിരുവാഭരണങ്ങളുടെ മൂല്യം അത് കുറച്ചു കാട്ടുന്നതിന് വേണ്ടി പിത്തള എന്നോ അതല്ലെങ്കിൽ അത് സ്വർണമല്ല ചെമ്പാണ് എന്നോ എഴുതി ചേർത്തു എന്നുള്ള പ്രശ്നമുണ്ട്. അവരുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ ചെയ്യേണ്ട കാര്യമല്ല അവർ ചെയ്തിരിക്കുന്നത്, അതിനവരെ പണം പറ്റിയിട്ടുണ്ടാകാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ അഴിമതിയുണ്ട്. രേഖയിൽ തിരുത്തൽ നടത്തി എന്ന് പറയുമ്പോൾ അത് വ്യാജരേഖ ചമയ്ക്കലാണ്. അതുകൊണ്ട് ഈ വസ്തുതകളെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൺസീൽമെന്റ് ആണ് നടന്നിരിക്കുന്നത് എന്ന് കോടതി തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീ പത്മകുമാറിന് ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിച്ചത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അമിതാധികാര പ്രയോഗം അവിടെ നടന്നിട്ടുണ്ട്. പത്മകുമാറും വാസുവും ഒക്കെ അവരുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ കൊള്ള തടയുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം അതിലവർ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൃത്യവിലോപം അവിടെ നടന്നിട്ടുണ്ട്. ടെൻഡർ ഇല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത് ഫേവററ്റിസമാണ്. ഈ സ്വർണം എവിടെ പോയി എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ ഉത്തരവാദിത്തമില്ലായ്മയുണ്ട്. അത് തിരിച്ചിവിടെ എത്തിക്കുന്ന സമയത്ത് അതിന് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിനെല്ലാം ചെക്സ് ആൻഡ് ബാലൻസ് ആയിട്ട് പ്രവർത്തിക്കേണ്ടുന്ന മഹസറോ രജിസ്റ്ററോ മിനിറ്റ്സോ പ്രോപ്പർ ആക്കിയില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് കോടതി പറയുന്ന SIT പറയുന്ന പ്രതികൾക്ക് അന്യായ ലാഭവും ദേവസ്വത്തിന് അന്യായ നഷ്ടവും വരുത്തി വെച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്തിരിക്കുന്ന ആളിനെ നമ്മൾ എന്ത് പറയണം, എന്ത് പേര് വെച്ച് പറയണം? അദ്ദേഹത്തിനെ പുണ്യാളൻ എന്ന് വിളിക്കണോ? അദ്ദേഹത്തിനെ ഏറ്റവും വലിയ സമാധാന പ്രേമി എന്ന് നമ്മൾ വിളിക്കണോ? ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഒരു തരത്തിലും കറ പുരളാത്ത വ്യക്തിത്വം എന്ന് നമ്മൾ വിളിക്കണോ? സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് വാസുവിന്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളില്ലേ, ശബരിമലയിൽ നിന്ന് സ്വർണം പോയി 4.5 കിലോ സ്വർണം ഒന്നാമത്തെ തവണ തന്നെ അത് മെഷർ ചെയ്ത സമയത്ത് തന്നെ കുറവ് വന്നിട്ടുണ്ട്, 4.5 കിലോ തൂക്ക വ്യത്യാസമുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് കോടതി പറയുമ്പോൾ അത് പത്മകുമാറാണെന്ന് പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ അവിടെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് രണ്ടാമത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ടോ? ആ സമയത്താണ് ശ്രീ MV ഗോവിന്ദൻ വന്നിട്ട് പറയുന്നത് ഇദ്ദേഹം കുറ്റവാളിയായിട്ടില്ലല്ലോ, കുറ്റാരോപിതൻ മാത്രമല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര കുമ്മായം കൊണ്ടുവന്ന് വെളുപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവിടെ നടന്നിരിക്കുന്നത് കുറ്റമാണ് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട്. കോടതിക്കുണ്ട്, SITക്കുണ്ട്, ഭക്തർക്കുണ്ട്, ഈ നാട്ടുകാർക്കുണ്ട്, CPMനുണ്ട്. അതുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ കമന്നു കിടന്ന് പോലും ന്യായീകരിക്കാനായിട്ട് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത്, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഇത് പ്രതികൂലമായിട്ട് ഭവിക്കും എന്നുള്ളത് കൊണ്ട് ഡാമേജ് കൺട്രോളിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് മാത്രമേ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുള്ളൂ എന്നുള്ളതാണ് എന്റെ തോന്നൽ.